ലഹരിയിൽ ജീവിതമില്ല, ജീവിതത്തിൽ ലഹരിയുണ്ട്, സന്തോഷമുണ്ട്. അതെ, ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ആസക്തിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന 5 പ്രധാന ഘടകങ്ങളുണ്ട്. ഫാക്ട്സ് എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എഫ്, കുടുംബ ചരിത്രം, ഫാമിലി ഹിസ്റ്ററി. എ, ആദ്യ ഉപയോഗത്തിൻ്റെ പ്രായം, ഏജ് ഓഫ് ഫസ്റ്റ് യൂസ്. സി, ആഗ്രഹം, ക്രേവിംഗ്. ടി, സഹിഷ്ണുത, ടോളറൻസ്. എസ്, ചുറ്റുപാട്, അതായത് സറൗണ്ടിങ് എന്നിവയാണ്. ഒരു കുട്ടിയുടെ ജീവശാസ്ത്രപരമായ, അതായത് കുടുംബത്തിലെ ആർക്കെങ്കിലും മാതാപിതാക്കൾ, സഹോദരങ്ങൾ പോലെയുള്ളവർ ലഹരി, മദ്യം, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആസക്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ 13% കുട്ടികൾ 20 വയസ്സിന് മുൻപേ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങളും കേസിൻ്റെ എണ്ണവും വ്യക്തമാക്കുന്നത്. അതുപോലെ പുകയില വസ്തുക്കൾ 12 വയസ്സിലും, ഗ്ലൂ പോലെയുള്ള ഇൻഹേലൻസ് 12 വയസ്സിൽ, കഞ്ചാവ് 13 വയസ്സ്, മദ്യം എന്നിവ 13 വയസ്സിൽ എന്ന ക്രമത്തിൽ കുട്ടികളിൽ തുടക്കമിടുന്നു എന്നാണ് കണക്കുകൾ. പുകയിലയിലും ഗ്ലൂവിലും തുടങ്ങി കഞ്ചാവിലേക്കും മറ്റു ലഹരികളായ മയക്കുമരുന്നുകൾ, വേദന സംഹാരികൾ, ഇഞ്ചക്ഷനുകളിലേക്ക് ലഹരിശീലം വളരാൻ അധിക സമയമൊന്നും വേണ്ട. എല്ലാ മനുഷ്യരും സന്തോഷമുണ്ടാവാം, ആനന്ദമുണ്ടാവാം എന്നുള്ളത് തലച്ചോറിൻ്റെ ആവശ്യമാണ്. അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ എല്ലാ മനുഷ്യരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ നിന്നാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക്, താൽക്കാലികമായി കിട്ടുന്ന സന്തോഷങ്ങളിലേക്ക് കുട്ടികൾ കൂപ്പുകുത്തി വീഴുന്നത്. അങ്ങനെ ഓടിപ്പോവാനുള്ള കാരണം സ്വന്തം വീട്ടിൽ നിന്ന് അവർക്കുള്ള ആ സന്തോഷവും സമാധാനവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം വീടുകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഇടങ്ങളായി മാറ്റുന്നതിൽ രക്ഷിതാക്കൾക്ക് നല്ല പങ്കുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് മക്കളുടെ കൂടെ ഇരിക്കാൻ, അവരുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നുള്ള കഥകൾ ചോദിച്ചറിയാൻ, സന്തോഷങ്ങൾ ചോദിച്ചറിയാൻ, ആ സന്തോഷങ്ങളോട് നമുക്കും സന്തോഷിക്കാൻ, അവരെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അവരെ പ്രയാസപ്പെടുത്താതെ, വേദനിപ്പിക്കാതെ തിരുത്താനൊക്കെ കഴിയുമ്പോഴാണ് ആ സന്തോഷത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാവുന്ന വീടുകളിൽ നിന്ന് മറ്റു ലഹരികൾ തേടി അല്ലെങ്കിൽ യാന്ത്രികമായി സന്തോഷമുണ്ടാക്കാനും സമാധാനം കണ്ടെത്താനും ആളുകൾ പോവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് ആനന്ദം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഇടങ്ങളാക്കി മാറ്റാൻ ഞാനും അതോടൊപ്പം നിങ്ങളും തയ്യാറാവണം. അതെ, ലഹരിയിൽ ജീവിതമില്ല, ജീവിതത്തിൽ ലഹരിയുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു.